ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ LGS ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേജ് 2 2022 നടത്തിയ 10ാം ക്ലാസ് പരീക്ഷയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേജ് 1 ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ 100 ചോദ്യങ്ങൾ സ്റ്റേജ് 2-ൻ്റെതാണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സമയം കളയാനില്ല, നമ്മൾ ഫാസ്റ്റ് ആയി പഠിക്കുന്നു. ആദ്യ ചോദ്യം: മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം എന്താണ്? ആൻസർ മലയാള മിഷനാണ്. അപ്പൊ മലയാളത്തിന്റെ ഭാഷ, സംസ്കാരം, നമ്മുടെ കൾച്ചർ ലോകം മുഴുവൻ പ്രചരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് മലയാളം മിഷൻ ആരംഭിച്ചത്. മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? മീശ എസ് ഹരീഷ. ആൻസർ എസ് ഹരീഷ്. കെ ഫോൺ പദ്ധതി ശരിയായ പ്രസ്താവന എന്ത്? എല്ലാ വീടുകളിലും മൊബൈൽ ഫോൺ, അതിവേഗ ഇന്റർനെറ്റ്, ലാൻഡ് ഫോൺ, വയർലെസ് സേവനം. കെ ഫോൺ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അതിവേഗതയുള്ള ഇന്റർനെറ്റ് സേവനം നൽകുക എന്നുള്ളതാണ്. എല്ലാവർക്കും അതിവേഗതയുള്ള ഇന്റർനെറ്റ് കൊടുക്കുകയാണ്. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം കാർഷിക പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പഞ്ചവത്സര പദ്ധതി കൃഷിക്കും ജലസേചനത്തിനും മുൻതൂക്കം നൽകി. ഇത് KN രാജ് എന്ന മലയാളി ഇതിനു വേണ്ടി ആമുഖം തയ്യാറാക്കി. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 51 to 56. അപ്പോ പഞ്ചവത്സര പദ്ധതി USSRൽ നിന്നാണ് കടമെടുത്തത്. ജവഹർലാൽ നെഹ്റുവിന്റെ സമയത്താണ് ആരംഭിച്ചത്. ഇന്ത്യയിൽ മൊത്തത്തിൽ 12 പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇന്ന് പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് എന്താണ്? ഇന്ത്യയിലെ നീതി ആയോഗ് വന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. എന്നാൽ കേരളത്തിൽ ഇപ്പോഴും പഞ്ചവത്സര പദ്ധതികളുണ്ട്. നിലവിൽ 14ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആരോഗ്യ സേതു. ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാല ആസ്ഥാനം. ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കഴിഞ്ഞ ദിവസം വൈറോളജി അന്താരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടു. അത് തിരുവനന്തപുരത്തായിരുന്നു. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്ന കായിക ഇനം ഏതാണ്? അങ്കിത റെയ്ന കായിക ഇനം ടെന്നീസാണ്. അർജുന അവാർഡ്, അങ്കിത റെയ്ന കായിക ഇനം ടെന്നീസ്. കുടുംബശ്രീ പദ്ധതി പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? ഒരുമയോടെ മുന്നേറാം എന്നൊരു ആപ്തവാക്യം നമ്മുടെ കുടുംബശ്രീക്കുണ്ട്. ഇവരുടെ മെയിൻ ലക്ഷ്യമാണ് ദാരിദ്ര്യ നിർമാർജനം. അപ്പോ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ദാരിദ്ര്യ നിർമാർജനത്തോടൊപ്പം കുടുംബത്തിലെ വനിതാ ശാക്തീകരണം കൂടിയുണ്ട്. വനിതകളെ ശാക്തീകരിക്കുന്നു. 2 ലക്ഷ്യങ്ങളാണ്. കുടുംബശ്രീയുടെ 25 വർഷം രജത ജൂബിലി ആഘോഷിച്ചത് 2023. ചുവടുകൾ എന്നായിരുന്നു ഈ പദ്ധതി. ഇനി 2024-ൽ 26ാം വർഷത്തിൽ അരങ്ങ് എന്നാണ് ഇവരുടെ ആഘോഷത്തിന്റെ പേര്. ഇനി കുടുംബശ്രീ പറഞ്ഞു, കുടുംബശ്രീ അതിദാരിദ്ര്യം പൂർണ്ണമായും കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കും എന്ന് പറഞ്ഞു. അതിദാരിദ്ര്യം തുടച്ചു നീക്കും. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല പത്തനംതിട്ട. കേരളത്തില് റെയിൽവേ ഇല്ലാത്ത 2 ജില്ലകളാണ് ഇടുക്കി ജില്ലയും വയനാട് ജില്ലയും. കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ ബേപ്പൂർ മുതൽ താനൂർ വരെ ആയിരുന്നു. കേരളത്തില് ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ള ജില്ലയാണ് പത്തനംതിട്ട. തിരുവല്ല സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. ISRO ഇപ്പോഴത്തെ ചെയർമാൻ മലയാളിയാണ്, എസ് സോമനാഥ്. എസ് സോമനാഥ്. ചന്ദ്രയാൻ 3 സമയത്ത് ISRO ചെയർമാൻ എസ് സോമനാഥ്. ചന്ദ്രയാൻ 2-ന്റെ സമയത്ത് K ശിവൻ. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്?
അപ്പൊ നമ്മുടെ വിന്ധ്യ പർവ്വതം മുതൽ തെക്കേ അറ്റങ്ങ് കന്യാകുമാരി വരെ ഒരു ത്രികോണ ഷേപ്പില് വ്യാപിച്ചു കിടക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഈ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഭാഗമായി കേരളത്തിലുള്ള പീഠഭൂമി വയനാട് ജില്ലയിലാണ്. ഏക പീഠഭൂമിയാണ് വയനാട് ജില്ല കേരളത്തിലുള്ളത്. വിന്ധ്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വത നിരയാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്, കരിമണ്ണാണ്. ഡെക്കാൻ ട്രാപ്പ് മേഖല ആഗ്നേയശിലകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കൽക്കരി, പെട്രോള്, മണ്ണെണ്ണ, പ്രകൃതി വാതകം, ഡീസല് തുടങ്ങിയവയാണ്. പാരമ്പര്യേതരം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള എനർജി, സൗരോർജം, കാറ്റിൽ നിന്നുള്ളത്, തിരമാലയിൽ നിന്നുള്ളത്, ബയോഗ്യാസ്, ബയോമാസ്, ജൈവ വാതകം, ജൈവ പിണ്ഡം തുടങ്ങിയവയാണ്. അപ്പോ ഇതിനകത്ത് സൗരോർജം തന്നിരിക്കുന്നു, ജൈവവാതകം സൗരോർജം തന്നിരിക്കുന്നു, കാറ്റ് ഇതെല്ലാം എന്താണ്? പാരമ്പര്യേതരമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ. ഇന്ത്യക്ക് 9 അയൽ രാജ്യങ്ങൾ, 2 എണ്ണം കടൽ അതിർത്തിയാണ്. മാലിദ്വീപും ശ്രീലങ്കയും കടൽ അതിർത്തി. 7 എണ്ണം കര അതിർത്തിയാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത് ബംഗ്ലാദേശ് എന്ന രാജ്യമാണ്. ഏറ്റവും കുറവ് കര അതിർത്തി അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ വലിയ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. അപ്പോ കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെ? ചൈന. ഉത്തരം 1 ഉണ്ടല്ലോ. അപ്പൊ 1 ഉള്ളത് മാത്രം ടിക്കിട്ടു. ഇത് വെട്ടിക്കളഞ്ഞു. ഇനി നേപ്പാളും പാകിസ്ഥാനും എന്താണ്? ഭൂട്ടാനും. ഇതെല്ലാം നമ്മുടെ അയൽ രാജ്യങ്ങളല്ലേ? തന്നിരിക്കുന്നത് എല്ലാം എന്താണ്? ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ലോകത്തിലെയാണ് ചോദിച്ചത്. നേപ്പാൾ എന്ന രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന മൗണ്ട് എവറസ്റ്റ് ആണ്. 8848.86 മീറ്റർ ആണ് ഉയരം. ഇത് ഹിമാദ്രി എന്ന കൊടുമുടിയിലാണ്. നമ്മുടെ ഹിമാലയത്തിലെ ഹിമാദ്രി എന്ന കൊടുമുടിയിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കേറ്റുവിന്റെ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇതാണ് ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടി. 8611 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. നന്ദാദേവിയും ഇന്ത്യയിൽ കാണപ്പെടുന്നതാണ്. 8000-ലധികം ഉയരമുള്ള ഒരു കൊടുമുടിയാണ് നന്ദാദേവി. അപ്പൊ ലോകത്തിൽ 1-ാം സ്ഥാനം മൗണ്ട് എവറസ്റ്റ്, 2-ാം സ്ഥാനം ഗോഡ്വിൻ ഓസ്റ്റിൻ, 3-ാം സ്ഥാനം നമ്മുടെ കാഞ്ചൻജംഗയ്ക്കാണ്. കാഞ്ചൻജംഗ സിക്കിം എന്ന സംസ്ഥാനത്താണ്. തർക്കരഹിത ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ്. ഇന്ത്യയിലെ 3-ാം സ്ഥാനം. മണികരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ആൻസർ ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളല്ലേ? എക്കൽ നിക്ഷേപം മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. അപ്പോ പാകിസ്ഥാന്റെ ജീവരേഖയാണ് സിന്ധു നദി. ഇന്ത്യയിലെ നീളമേറിയ നദിയാണ് ഗംഗാ നദി, 25 കിലോമീറ്റർ നീളം. ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നു, ചുവന്ന നദി എന്നറിയപ്പെടുന്നു. പുരുഷ നാമധേയമുള്ള ഏക നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? പഴക്കം ചെന്നതാണ്, വലിപ്പമുള്ളതാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഇത് ഗവൺമെന്റിന്റെ അതോറിറ്റിയിലാണോ? അല്ല, പ്രൈവറ്റ് ആണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖയാണ്. 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഗുജറാത്ത്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ത്രിപുര. അപ്പൊ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏത്? NH44 ഇന്ത്യയിലെ ദൈർഘ്യമേറിയ ദേശീയപാതയാണ്. NH66 ആണ് കേരളത്തിലെ ദൈർഘ്യമേറിയ ദേശീയപാത. മുംബൈ, മാംഗ്ലൂർ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏത്? മുംബൈ, മാംഗ്ലൂർ. ആൻസർ കൊങ്കൺ റെയിൽവേ ആണ്. റോഹ മുതൽ
കടന്നു പോകുന്നു. റോഹ എന്നും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോ ഈ കൊങ്കൺ റെയിൽവേ, ഗോവ ഇതിനെയൊക്കെ കണക്ട് ചെയ്യുന്നു. മഹാരാഷ്ട്ര. ഇനി അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. അയിത്ത നിരോധനം 1955-ലാണ്. ഗാന്ധിജി കീ ജയ് എന്ന മുദ്രാവാക്യത്തിൽ പാസായി. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതി, ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. പൗരനെ സംരക്ഷിക്കാൻ ഹെബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക എന്നാണ് അർത്ഥം. അപ്പോ വ്യക്തി സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നു. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ നിർത്തലാക്കൂ. അപ്പോ സുപ്രീം കോടതി അല്ലെങ്കിൽ മേൽക്കോടതി പരിഗണനയിലുള്ള കേസുകൾ കീഴ്ക്കോടതി പരിഗണിക്കേണ്ട കാര്യമില്ല. മാൻഡമസ്, ഇത് കൽപ്പിക്കുകയാണ്. മാൻ മസ്റ്റ് ഡു, നീ ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കൽപ്പന വരികയാണ്. സെർഷ്യൂറി എന്ന് പറയുമ്പോൾ സാക്ഷ്യപ്പെടുത്തുക എന്നതാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? നിലവിൽ വന്നപ്പോൾ 7 ഉണ്ടായിരുന്നു. സ്വത്തവകാശത്തെ നീക്കം ചെയ്തു. 1978 44-ാം ഭരണഘടനാ ഭേദഗതി. എങ്കിലും ഇപ്പോൾ ലീഗൽ റൈറ്റ് ആണ്. 300A ഒക്കെ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നു. നിലവിൽ 6 മൗലിക അവകാശങ്ങൾ. പാർട്ട് 3 ആണ്. അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നു. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42. 1976 42-ാം ഭേദഗതി. ഇന്ദിരാഗാന്ധിയാണ് ഈ സമയത്ത് പ്രധാനമന്ത്രി. പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പൊ 42-ാം ഭരണഘടനാ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് വിശേഷിപ്പിക്കുന്നു. മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തു. 10 മൗലിക കടമകളാണ് ഇന്ത്യയിൽ അന്ന് കൂട്ടിച്ചേർത്തത്. നിലവിൽ 11 ഉണ്ട്. പിന്നീട് ഒരെണ്ണം കൂടി കൂട്ടിച്ചേർത്തു. കുട്ടികൾക്ക് 6 to 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യം നിർബന്ധമാണ്. അത് രക്ഷിതാക്കളുടെ കടമയാണ്. അതാണ് 11-ാമത്തത്. ഇനി നമുക്കറിയേണ്ടത്, ഈ ചെറുഭരണഘടന സമയത്താണ് ആമുഖം ഭേദഗതി ചെയ്തത്. ആമുഖം ഒരു വട്ടമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക പിങ്കാളി വെങ്കയ്യാണ് രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്. ഭരണഘടന നിർമ്മാണ സമിതി എന്ന് അംഗീകരിച്ചു. 47-നാണ്. ജൂലൈ 22-നാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ദേശീയ നദി ഗംഗാ നദിയാണ്. പുണ്യനദി എന്ന് അറിയപ്പെടുന്നു. ഇനി ഇതിന് വ്യക്തി പദവി നൽകിയിരുന്നു. പക്ഷെ അതിപ്പോ ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ഹൈക്കോടതി എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഗാനവും ഉണ്ട്, കണ്ടോ, ഗീതവും ഉണ്ട്. ഈ ഗീതം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഗാനം ആണ് ടാഗോർ. ഓക്കെ ആണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡാണ്. എത്ര സമയം? 52. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? സുകുമാർ സെൻ ആണ് മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. അടുത്തത് മലയാളിയായിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷണർ ആണ് KG ബാലകൃഷ്ണൻ, മലയാളി. ഇനി പ്രഥമ മനുഷ്യാവകാശ കമ്മീഷൻ 93 ഒക്ടോബർ 12-ന് നിലവിൽ വന്നു. അപ്പോൾ മലയാളിയായ ഒരു അംഗം അതിലുണ്ടായിരുന്നു. അത് നമ്മുടെ ഫാത്തിമ ബീവിയാണ്. ക്ലിയർ ആണ്? ഫാത്തിമ ബീവി. ഇനി അടുത്തത് 1990 വിവരാവകാശത്തിന് വേണ്ടി പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. വിവരാവകാശം മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. അരുണ റോയിയെ ഓർക്കുക, രാജസ്ഥാനിലായിരുന്നു. ചേരുംപടി ചേർക്കുക. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി. 1, 4 ഉള്ളത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇതാണ് ഉത്തരം. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ ചന്ദ്രസെൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജി നടത്തിയ ആദ്യ സമരം 1917-ലാണ്. ബീഹാറിലാണ്, ചമ്പാരനാണ്. ഗാന്ധിജി നടത്തിയത് രണ്ടാമത്തത് 18-ലാണ്. ഇത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. ഇത് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ നിരാഹാര സമരം.
ഇത് സത്യാഗ്രഹമാണ്, ഇത് നിരാഹാരമാണ്, പട്ടിണി കിടന്നു. 18 തന്നെ കേദാ സത്യാഗ്രഹം നടത്തി. അത് എന്താണ്, കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ 20 ഇദ്ദേഹം നിസ്സഹകരണ സമരം കൊണ്ടുവന്നത്. ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. ആദ്യത്തെ ജനകീയ മുന്നേറ്റമായിരുന്നു. 30 ഉപ്പ് സത്യാഗ്രഹം, സിവിൽ നിയമ ലംഘനം കൊണ്ടുവരുന്നത്. 28 ബർദോളി സത്യാഗ്രഹമാണ്. ഇതിൽ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു നേതാവ്. അങ്ങനെ ബർദോളി ഗാന്ധി എന്ന സർദാർ പട്ടേലിനെ അറിയപ്പെടുന്നു. അപ്പോൾ സർദാറിന് ഈ പേരൊക്കെ കൊടുത്തത് ഗാന്ധിജിയാണ്. സർദാർ എന്ന പേര് വല്ലഭായ് പട്ടേലിന്. അനുകൂലിച്ചു ഗാന്ധിജി ഈ ബർദോളി സത്യാഗ്രഹത്തെ. കർഷകർ നികുതി കൊടുക്കണ്ട എന്നായിരുന്നു അതിനകത്തെ തീരുമാനം. സന്താൽ കലാപം നടന്നത് എന്ന് എല്ലാവർക്കും 1855 എന്നറിയാം. സിദ്ധുവാണെന്നും കാനുവാണ് നേതാക്കൾ എന്നറിയാം. രാജ്മൽ കുന്നിന്റെ തീരത്താണെന്നറിയാം. സന്താൽ എന്ന ഗോത്രക്കാരുടെ കലാപമാണെന്നറിയാം. ഈ രാജ്മൽ കുന്ന് ജാർഖണ്ഡിലാണ്, പണ്ട് ബീഹാറിന്റെ തീരത്താണെന്നറിയാം. ഈ സന്താൽ കലാപം, സന്താൽ ഗോത്ര വിഭാഗത്തിലെ രാഷ്ട്രപതിയാണ് ഇന്ന് നമുക്കുള്ളത്, ദ്രൗപതി മുർമുവാണ്. ദ്രൗപതി മുർമു. അപ്പൊ 55 തന്നു കഴിഞ്ഞാൽ ഏത് 55 എഴുതും? 54, 55 എഴുതണോ? 55, 56 എഴുതണോ? ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. 55 തന്നു കഴിഞ്ഞാൽ 55, 56 എടുക്കുക. നമ്മൾ ഒരു 1855 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഫെബ്രുവരി ആകാം, ഡിസംബർ ആകാം, അല്ലെ, മാർച്ച് ആകാം. അപ്പൊ എന്തായാലും 55 56 പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 55 to 56 എഴുതുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നു ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഒരേ ഒരു മലയാളി സി ശങ്കരൻ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന് 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് 9, 1942. ഈ ചോദ്യങ്ങളൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കാണുമ്പോൾ തന്നെ ഉത്തരം കിട്ടുന്നുണ്ട്, ശരിയല്ലേ? ഓക്കെ. എന്നാൽ ക്വിറ്റ് ഇന്ത്യയിലൊക്കെ ചിലർക്ക് 8 ആണോ 9 ആണോ കൺഫ്യൂഷൻ വരും. ദിനം ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 8. അപ്പോ നിങ്ങൾക്ക് പലർക്കും സംശയം, 2024 നടക്കുന്ന LGS എക്സാം ഇത്രയും സിമ്പിൾ ആയിരിക്കുമോ? ഇത്രയും സിമ്പിൾ അല്ല. എന്നാൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങളും, ഞാൻ പറയുന്ന അനുബന്ധ ഫാക്ടറിലുള്ള പല ചോദ്യങ്ങളും നിങ്ങൾക്ക് എക്സാം ഹാളിൽ കാണാൻ പറ്റും. സിമ്പിൾ ആയി തന്നെ കാണാൻ പറ്റും. പിന്നെ ബാക്കി കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലും കാണാൻ പറ്റും. ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ടോട്ടാലിറ്റി നോക്കിയാൽ സിമ്പിൾ ആയിരിക്കും എക്സാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ വളരെ ഈസിയായി എഴുതാൻ പറ്റുന്ന രീതി ആയിരിക്കത്തില്ല. കുറച്ച് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ, എന്നാൽ സ്റ്റേറ്റ്മെന്റ് വളരെ പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലത്തെ LDC പോലത്തെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒരിക്കലും LGSന് ഇടത്തില്ല. സംഭവം സിമ്പിൾ എക്സാംസ് ആയിരിക്കും. അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം ഏതാണ്? ഓപ്പറേഷൻ വിജയ്. അവസാനം ഇന്ത്യ വിട്ടുപോയവർ പോർച്ചുഗീസുകാർ, ആദ്യം ഇന്ത്യയിലേക്ക് വന്നത് പോർച്ചുഗീസുകാർ. പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗക്കാർ ഡച്ചുകാരാണ്. ഇനി നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ ഗംഗ, ഏതാണ് ഓപ്പറേഷൻ ഗംഗ? ഇപ്പൊ അറിയാവുന്ന ഒരു ഗംഗ ഓപ്പറേഷൻ. ഉക്രൈൻ റഷ്യ ഓപ്പറേഷൻ ഗംഗയാണ്. ഈ ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നപ്പോൾ മലയാളികളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, മലയാളികളെ നല്ല ഇന്ത്യക്കാരെ മുഴുവൻ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തിയ ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ കാവേരി ഉണ്ട്. കാവേരി എന്ന് പറയുന്നത് സുഡാനിലെ ആളുകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സുഡാനിലെ ഇന്ത്യക്കാരെ. ഓപ്പറേഷൻ ഇന്ദ്രാവതി ഉണ്ട്. ഹെയ്ദിലുള്ള ജനങ്ങളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഹെയ്ദിലുള്ള ജനങ്ങളെ. ഓപ്പറേഷൻ അജയ് ഉണ്ട്. ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിച്ചിവിടെ എത്തിക്കുന്നതിന് വേണ്ടി. ദേവി ശക്തി എന്ന ഓപ്പറേഷൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദേവി ശക്തി അഫ്ഗാനിസ്ഥാനിൽ നിന്നും. ഇനി ഓപ്പറേഷൻ ദോസ്ത് ഉണ്ട്. ദോസ്ത്. തുർക്കിയിലും സിറിയയിലും എന്ത് നടന്നു? തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം നടന്നു. ഈ ഭൂകമ്പത്തിൽ അവരെ രക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം പോയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ദോസ്ത്. അപ്പൊ നമ്മൾ ഓപ്പറേഷൻ കാവേരി പറഞ്ഞു, സുഡാനിലുള്ള ജനങ്ങളെ ഇന്ത്യയിൽ എത്തിക്കുന്നു, സുഡാനിലെ ഇന്ത്യക്കാരെ. ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്ദിൽ കലാപം നടന്നപ്പോൾ അവിടുത്തെ ഓപ്പറേഷൻ. അജയ് ഇസ്രായേലിലെ ഓപ്പറേഷൻ. ദേവി ശക്തി അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ. ഓപ്പറേഷൻ ദോസ്ത് തുർക്കി സിറിയ ഭൂകമ്പം നടന്നപ്പോഴുണ്ടായ ഓപ്പറേഷൻ.
ഓപ്പറേഷൻ കരുണയുണ്ട്. മോക്ക ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ ആഞ്ഞടിച്ചപ്പോൾ മ്യാൻമാറിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ കരുണ. സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഫസിൽ അലി. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സംസ്ഥാന പുനഃസംഘടന. ഇനി പക്ഷി സങ്കേതം ഏതാണ്? ഹരിത ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത് മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്നു. ചെറിയ 3-4 പോയിന്റ് ഓർക്കുക. മംഗളവനം 1 എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ്. 3 ഹൈക്കോടതിയുടെ സമീപത്തുള്ള പക്ഷി സങ്കേതമാണ്. 4 കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ഏക പക്ഷി സങ്കേതമാണ്. കണ്ടൽ വനങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏക പക്ഷി സങ്കേതമാണ്. സിംഹവാലൻ കുരങ്ങുകൾ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്തുന്നു. സൈലന്റ് വാലിയിലാണ്. മക്കാക്ക സിലനസ് എന്നാണ് ഈ സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം. സിലനസ്. ഇനി സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. മണ്ണാർക്കാട് താലൂക്കിലാണ്. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല പദ്ധതി ഏതാണ്? അത് ഇടുക്കി ജില്ലയാണ്. 780 മെഗാവാട്ടാണ്. കേരളത്തിൽ ഒരേ ഒരു ശുദ്ധജല തടാകമേ ഉള്ളൂ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പക്ഷെ PSC ഇത് എലിമിനേറ്റ് ഒന്നും ചെയ്തില്ല. ഓപ്ഷൻ പ്രകാരം ഒന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമുക്ക് 3 ശുദ്ധജല തടാകമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണി കായൽ, കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട കായൽ, വയനാട് ജില്ലയിൽ പൂക്കോട് തടാകം. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം പൂക്കോട്. വടക്കേ അറ്റത്തത് പൂക്കോട്, തെക്കേ അറ്റത്തത് വെള്ളായണി. ക്ലിയർ ആണ്. ഫൈനൽ കീയിൽ എലിമിനേറ്റ് ചെയ്തില്ല. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഉത്തരം കിട്ടുന്നതാണ്. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ആൻസർ ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ. ആൻസർ മറയൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏത്? എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ളത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല അത് മലപ്പുറം ജില്ലയാണ്. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കയ്യൂർ ലഹള, ഉപ്പ് സത്യാഗ്രഹം, മലബാർ കലാപം, വേലുത്തമ്പി കലാപം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്ന് പറഞ്ഞിട്ടല്ല വേലുത്തമ്പി കലാപം നടന്നത്. വേലുത്തമ്പി ദളവ അല്ലെ, അത് ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ് അവര് നികുതി ചുമത്തുന്നതിനെതിരെയൊക്കെയാണ് അതായത് വേലുത്തമ്പി ദളവയ്ക്കുള്ള കുറച്ച് അധികാരങ്ങളുണ്ട്. അവർ കൂടുതലായിട്ട് രാജഭരണത്തിലൊക്കെ കൈയടക്കി. അതിനെതിരെയാണ് എന്ത് ചെയ്തത്? ശബ്ദമുയർത്തിയത്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്? ആദിഭാഷ ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പി സ്വാമികൾ. നിജാനന്ദ വിലാസം ചട്ടമ്പി സ്വാമികൾ. ക്രിസ്തുമത ചേതനം ചട്ടമ്പി സ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തതേത്? ദൈവദശകം, ശിവശതകം, ദർശനമാല, നിജാനന്ദ വിലാസം ആരാണ്? ചട്ടമ്പിയാണ്. ബാക്കിയെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ രചനകളാണ്. എന്തൊക്കെയാണ് ഗുരുദേവന്റെ രചനകള്? ദൈവദശകം, ദർശനമാല, ശിവശതകം. ഗജേന്ദ്രമോക്ഷം ആണ് ഇദ്ദേഹത്തിന്റെ ആദ്യ കൃതി, ഗജേന്ദ്രമോക്ഷം. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരു 3-4 കാര്യങ്ങൾ പറയും. ഗുരുദേവൻ ചെമ്പഴന്തി തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു. സമാധി ശിവഗിരിയിലാണ്. ഇനി ഗുരുദേവൻ സന്ദർശിച്ച രാജ്യമാണ് ശ്രീലങ്ക. 2 വട്ടം പോയി. ഗാന്ധിജിയെ 25-ൽ കണ്ടുമുട്ടി. ടാഗോറിനെ കണ്ടുമുട്ടി. ഇനി ഗുരുദേവനുമായി ബന്ധപ്പെട്ട സംഘടന ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘടന SNDP 2003-ലാണ് സ്ഥാപിക്കപ്പെട്ടത്. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ഗുരുദേവൻ സർവമത സമ്മേളനം 1924-ൽ ആലുവയിൽ വിളിച്ചു ചേർക്കുന്നു. 1888-ല് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ക്ലിയർ ആണ്. അപ്പോ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നു. അതൊക്കെ ഓർക്കേണ്ടതാണ്.
കളവക്കോടാണ് ലാസ്റ്റ് ആയിട്ട് ആലപ്പുഴ ജില്ലയിലാണ് ഓം എന്ന് എഴുതിയ ഒരു പ്രതിഷ്ഠ ലാസ്റ്റ് നടത്തുന്നത് അതാണ്. 1928 മരിക്കുന്നു. 27 ഇദ്ദേഹത്തിന്റെ എന്ത് വരുന്നു? പ്രതിമ. ജീവിച്ചിരിക്കുമ്പോൾ പ്രതിമ. കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ശില്പി, നവോത്ഥാനത്തിന്റെ പിതാവ്. ഇനി സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, ജീവിച്ചിരിക്കുമ്പോൾ പ്രതിമ വന്ന മലയാളി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമയുള്ള വ്യക്തി. ഇനി സ്റ്റാമ്പ് വന്നു, പ്രതിമ വന്നു. അപ്പോ എല്ലാം മലയാളി എന്ന രീതിയിൽ എല്ലാം ആദ്യം വരുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. സ്റ്റാമ്പ്, പ്രതിമ, പിന്നെ എന്താണ്? നവോത്ഥാനത്തിന്റെ പിതാവാണ് എന്ന് ഓർക്കുക. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏത്? പയ്യന്നൂർ ആണ് കേരളത്തില് ഉപ്പ് സത്യാഗ്രഹം. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം തൃശൂർ ജില്ലയിലായിരുന്നു. 1936 നടന്നത്. സാധുജന പരിപാലന സംഘം അയ്യോ സാധുക്കൾ അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ജാതി കുമ്മി എന്ന കൃതി രചിച്ചു. ജാതി കുമ്മി. പിന്നെ ഇദ്ദേഹം ആര്യ സമാജത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഇദ്ദേഹത്തിന്റെ ഒരുപാട് സംഘടനകളുണ്ട് അല്ലെ, അതുകൂടി ഓർക്കണം. ഇനി ഇദ്ദേഹമാണ് 1913 കായൽ സമ്മേളനം നടത്തിയത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചു. സവർണ ജാഥ. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിലെ പ്രധാന വിസർജനാവയവം. വൃക്കകളാണ് മനുഷ്യനിലെ പ്രധാനപ്പെട്ട വിസർജനാവയവം. ത്വക്ക് വിസർജനാവയവമാണ്, ശ്വാസകോശം വിസർജനാവയവമാണ്. പക്ഷേ വൃക്കയാണ് ശരീരത്തിലെ അരിപ്പ എന്ന് വിശേഷിപ്പിക്കുന്നത്. നെഫ്രോണുകൾ കാണപ്പെടുന്നു. രാസപരീക്ഷണശാല കരളാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ആന്തരിക അവയവം വലുത് കരളാണ്. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരിയേത്? ഇതൊരു നല്ല ചോദ്യമാണ്. നോക്കിയേ, സ്കൂൾ ബുക്കിലുള്ളതാണ്. നമ്മളെ ശ്വസിക്കുക, ഇങ്ങനെ എടുത്തു തിരിച്ചു വിടുന്നതാണ് നിശ്വാസം അല്ലെ. നമ്മൾ എടുത്തത് തിരിച്ചിങ്ങനെ വിട്ടതാണ് നിശ്വാസം. നിശ്വാസത്തിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നുണ്ട്. തിരിച്ചു പോകുമ്പോഴത്തേക്ക് ആ വായു പുറന്തള്ളപ്പെട്ടു. അപ്പോ മർദ്ദം എന്ത് സംഭവിക്കുമ്പോഴാണ്? മർദ്ദം കൂടിയാലേ ഉള്ളൂ. ഔരസാശയത്തില് മർദ്ദം കൂടുന്നത് കൊണ്ടാണ് പുറന്തള്ളാൻ പറ്റുന്നത്. മർദ്ദം കൂടിയെടുത്ത് നിന്ന് പുറത്തേക്കായിരിക്കും ശ്വാസം പോകുന്നത്, ആ വായു സഞ്ചരിക്കുന്നത്. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ്? റിക്കറ്റ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി. കണ എന്നാണ് മറ്റൊരു പേര്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. ഇത് സ്കർവി എന്ന രോഗമാണ്. വൈറ്റമിൻ എയുമായി ബന്ധപ്പെട്ട രോഗമാണ് നിശാന്തതയും സിറോഫ്താൽമിയയും. സിറോഫ്താൽമിയ. ജീവകൻ ബി ബെറിബെറി എന്ന രോഗമാണ്. ഇനി B1ന്റെ പേരെന്ത്? തയാമിന. B2വിന്റെ പേരെന്ത്? റൈബോഫ്ലേവിൻ ആണ്. റൈബോഫ്ലേവിൻ. B3യുടെ പേരെന്ത്? അപ്പോ നിയാസിൻ ആണ്. നിയാസിൻ. പെല്ലഗ്ര എന്ന രോഗമാണ് B3. ഇത് ത്വക്കുമായി ബന്ധപ്പെട്ട രോഗമാണ്. B6ന്റെ പേര് പെരിഡോക്സിൻ എന്നാണ്. പെരിഡോക്സിൻ. B12ന്റെ പേര് സയാനോ കൊബാലാമീൻ എന്നാണ്. പേരുകൾ അറിയണം കേട്ടോ. കൊബാലാമീൻ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, B12 കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും മാരകമായ നമ്മുടെ അനീമിയയ്ക്ക് കാരണമാകുന്നു. മെഗലോബ്ലാസ്റ്റിക് അനീമിയ, ഏറ്റവും മാരക അനീമിയ, അതുകൂടി ഓർക്കുക. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? നിപ്പ വൈറസ് ആണ്. ക്ഷയം ബാക്ടീരിയ ആണ്. എയ്ഡ്സ് വൈറസ് ആണ് HIV. ക്ഷയം ബാക്ടീരിയ, എയ്ഡ്സ് വൈറസ്. നിപ്പയും എയ്ഡ്സും വൈറസ് ആണ്. അപ്പോ മലേറിയ പ്ലാസ്മോഡിയം. അപ്പോ എന്താണ്? മലേറിയ അല്ല, പ്രോട്ടോസോവ അല്ലെ. മലമ്പനി, മലേറിയ ഒക്കെ പ്രോട്ടോസോവയാണ്. രണ്ടും ഒരു പേരാണ്. ഇനി നമ്മൾ പറയുന്നത് നിപ്പ എന്ന് പറയുന്ന വൈറസ് ഡിസീസ് ആണ്. എയ്ഡ്സ് HIV ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ഡിസീസ് ആണ്. കോവിഡ് വൈറസ് ആണ്. ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ് വൈറസ് ആണ്. യെല്ലോ ഫീവർ വൈറസ് ആണ്. H5N1, H1N1 ഇതൊക്കെ വൈറസ് ആണ്. പക്ഷിപ്പനി, പന്നിപ്പനി. ഇനി അടുത്തത്, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തതേത്? ക്ലാസിന്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ മെസ്സേജ് അയക്കണേ. നമ്മുടെ ആൻസർ നൈട്രജൻ ആണ്.
കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പൊ ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏതാണ്? നൈട്രജൻ ആണ്. ഏറ്റവും കൂടുതൽ ഹരിതഗൃഹ വാതകത്തിന് കാരണം ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. മീഥേൻ ഉണ്ട്, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ കാരണമാകുന്നു. നീരാവി കാരണമാകുന്നു. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? വനനശീകരണം സസ്യങ്ങളെ പരിപാലിക്കുന്നത് ഒരിക്കലും കാരണമല്ല. റോഡ് നിർമ്മിക്കുന്നു, വ്യവസായ വളർച്ച, ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകതയൊക്കെ കാരണം. വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം. പെട്രോൾ കിട്ടുവോ? ഇല്ല. പശ, പ്ലൈവുഡ്, മെഴുക് കിട്ടും. മണ്ണുത്തിൽ വികസിപ്പിച്ച മികച്ച പാവൽ വിത്തിനം ഏതാണ്? പ്രിയങ്കയാണ്. പ്രീതി, പ്രിയങ്ക, പ്രിയ, പ്രിയങ്ക ഇതെല്ലാം പാവലിന്റെ വിവിധ ഇനങ്ങളാണ്. പവിത്ര എന്നൊക്കെ പറയുന്നത് നെല്ലാണ് അല്ലെ? അപ്പോ മണ്ണുത്തിയിലാണ് പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? IISR കോഴിക്കോടിലാണ്. നമ്മുടെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്. തെറ്റ് കണ്ടുപിടിക്കുക. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. ശരിയല്ലേ? ഒരാറ്റം, അതിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ. ഇത് ന്യൂക്ലിയസ് ആണ്. അതിനെ ചുറ്റി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് ആര് കണ്ടെത്തി? റുദർഫോർഡ് കണ്ടെത്തി. ഇനി ന്യൂക്ലിയോണുകളുടെ എണ്ണം, പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. അതും ശരിയാണ്. മൂന്നും ശരിയാണ്. അപ്പൊ 1, 2, 3 തെറ്റാണ് ചോദിച്ചത്. 1 എന്തായാലും തെറ്റല്ല, 2 എന്തായാലും തെറ്റല്ല, 2 തെറ്റല്ല. അപ്പോ ഇവിടെ ഉത്തരം ഓൾറെഡി കിട്ടി. ഇനി ഒരേ അറ്റോമിക് നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ, ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോ ബാർ. വ്യത്യസ്ത മാസ് നമ്പർ വന്നാൽ അത് ഐസോ ബാർ ആണ്. ഒരേ അറ്റോമിക് നമ്പർ ആണെങ്കിൽ അതിന്റെ പേരെന്താണ്? ഐസോടോൺ എന്നാണ്. ഐസോടോപ്പ് എന്നാണ്. ഐസോടോപ്പ് ഒരേ അറ്റോമിക് നമ്പർ, ഐസോ ബാർ ഒരേ മാസ് നമ്പർ, ഒരേ ന്യൂട്രോൺ ആണെങ്കിൽ ഐസോടോൺ. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? സിങ്ക് ബ്ലെൻഡ് പ്ലവന പ്രക്രിയ. ലീച്ചിങ് ബോക്സൈറ്റിൻ്റെത് എന്താണ്? ലീച്ചിങ് ആണ്. മാഗ്നറ്റ് ഉള്ള ഏതിനെയും കാന്തിക വിഭജനം നടത്താം. കാൽസ്യം ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ 2, 8 10 ആയല്ലോ. ഇനി 18, 2, 20 ഇങ്ങനെയാണ്. നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ ബാഹ്യതമ ഷെല്ലുകളുടെ എണ്ണമാ ചോദിച്ചത്. ആദ്യം 2 എണ്ണം ഉള്ള ഒരെണ്ണം, പിന്നെ 8 എണ്ണം ഉള്ളത്, പിന്നെ 8 എണ്ണം ഉള്ളത്, പിന്നെ 2 എണ്ണം ഉള്ളത്. 1, 2, 3, 4 4 ഷെല്ലുകൾ. 4. ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? നമ്മുടെ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം അല്ലെ? ഇതാണ് നമ്മുടെ നമ്മുടെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഇതാണ് നമ്മുടെ ഹൈഡ്രജന്റെ ഐസോടോപ്സ്. അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറൻസ് ആണ്. ഇവിടെ ന്യൂട്രോണുകളുടെ എണ്ണം 0, ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം. ഇങ്ങനെയാണ് ന്യൂട്രോൺസിന്റെ എണ്ണം. അപ്പൊ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഒരു ന്യൂട്രോൺ ആണ് എന്തിനുള്ളത്? നമ്മുടെ ഡ്യൂട്ടീരിയത്തിന് ഉള്ളത്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോയേറ്റ് ആണ്. സ്കൂൾ ബുക്കിൽ ഉള്ളതാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു പ്രവേഗം ഇരട്ടിയായി. 12 mv² ആണ് കൈനറ്റിക് എനർജി. അപ്പൊ ഇതിന്റെ പ്രവേഗം അങ്ങോട്ട് ഇരട്ടിയാകുന്നു. അപ്പൊ 2v² ആയി. 12 m × 4v² ആയില്ലേ? അപ്പൊ ഇവിടെ 2 ആയി. അപ്പൊ 2 mv² ആയി നമുക്ക്. ഓക്കെ ആണ്. അപ്പൊ നമ്മുടെ സാധാരണ ഒരു ഗതികോർജം 12 mv². ഇപ്പോൾ ഉള്ള ഗതികോർജം 2 mv². ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഇത് ഇതിന്റെ 4 ഇരട്ടിയല്ലയോ? 4 കൊണ്ട് ഗുണിച്ചാലല്ലേ 2 mv² കിട്ടത്തോള്. അപ്പോ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 ഇരട്ടിയാകും. 4 ഇരട്ടിയാകും. വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്താ? ഭാരമാണ്. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. ഈ ഉപകരണത്തിന്റെ പേരെന്ത്? ഇത് ഡിലീറ്റ് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അതാണ് നമ്മുടെ സോളാർ പാനലിലൊക്കെ ഉള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഏത് നിറത്തിനാണ് തരംഗദൈർഘ്യം കൂടുതൽ? റെഡിനുണ്ട്. റെഡ് ഇവിടെ ഉണ്ടോ? ഇല്ല. വിബ്ജിയോ
വിബ്ജിയോറിൽ ഇവിടാണ് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ, പിന്നെ ഓറഞ്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ ഉത്തരം. ഏറ്റവും കുറവ് വയലറ്റിനാണ്. ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതാണ് മഴവില്ലിന്റെ 7 നിറങ്ങൾ. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? കെൽവിൻ. ഊഷ്മാവ്. താപം ജൂളാണ്. ഊർജം ജൂളാണ്. പ്രവൃത്തി ജൂളാണ്. ഊഷ്മാവ്, താപനില കെൽവിൻ ആണ്. കെൽവിൻ. പവർ വാട്ടാണ്. പവർ വാട്ടാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എപ്പോഴും ചോദിക്കും. ഫോഴ്സ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ 6ന്റെ സ്ക്വയർ ആണ്. ഇനി നമ്മുടെ GK കഴിഞ്ഞു, മാത്സിലേക്ക് പോവുകയാണ്. ഇത് 10ന്റെ സ്ക്വയർ ആണ്, 3ന്റെ സ്ക്വയർ ആണ്, ഇത് മാത്രം 5ന്റെ ക്യൂബ് ആണ്. അപ്പൊ പിന്നെ ഇതല്ലേ കൂട്ടത്തിൽ പെടാത്തത്. അടുത്തത് ഇത് കൂട്ടിയിട്ട് കുറയ്ക്കാനാണ്. ഞാൻ ആദ്യം കൂട്ടുന്നു. 2, 4, പോയിന്റ് നോട്ട് 4, 3, 7, 27. ഇനി ഞാൻ 10ന്ന് ഇതിനെ കുറയ്ക്കുന്നു. 2 എഴുതി. 3, 1, 4 ആണ്. 6, 4, 10 ആണ്. ഓക്കെ. ഇനി നമ്മൾ കുറയ്ക്കുമ്പോൾ 6, 16.612. ആൻസർ 82. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ദൂരം കിലോമീറ്റർ ആണ്. അപ്പൊ കോൺ എന്തായിരിക്കും? ദൂരത്തിനെ കിലോമീറ്ററിലാണ് സൂചിപ്പിക്കുന്നത്. കോണിനെ സൂചിപ്പിക്കുന്നത് ഡിഗ്രിയിലാണ് അല്ലെ? 30 ഡിഗ്രി, 40 ഡിഗ്രി, ഇങ്ങനല്ലേ കോണളവ് സൂചിപ്പിക്കുന്നത്. 90 ഡിഗ്രി മട്ടകോൺ. അടുത്ത സംഖ്യ ഏത്? 7ഉം 4ഉം 11. 11ഉം 8ഉമാണ് 19. 19ന്റെ കൂടെ എത്ര കൂട്ടി? 2, 12 കൂട്ടി. അപ്പൊ 4, 4, 8, 8, 4, 12. അടുത്ത നമുക്ക് 31ന്റെ കൂടെ 16 കൂട്ടി നോക്കുമ്പോൾ 47 കിട്ടി. അപ്പൊ ഞാൻ എത്ര കൂട്ടിയാൽ മതി? 20 കൂട്ടിയാൽ മതി. 4 കൂട്ടി കൂട്ടി പോവുകയാണ്. 67 അല്ലേ നമ്മുടെ ഉത്തരം. ആൻസർ 67. ക്ലിയർ ആണ്? ഒരു മാസത്തിലെ 3-ാം തീയതി വെള്ളിയാഴ്ചയാണ്. 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം. 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം എന്ന് വെച്ചാൽ 25-ാം തീയതി എത്ര? 3-ാം തീയതി വെള്ളി എങ്കിൽ 10-ാം തീയതി വെള്ളി, 17-ാം തീയതി വെള്ളി, 24-ാം തീയതി വെള്ളി. അപ്പൊ 25-ാം തീയതി എത്രാന്ന് ചോദിച്ചാൽ അത് ശനി. മറ്റൊരു രീതിയിൽ ചോദിച്ചാല് 25-ന്ന് 23 കുറയ്ക്കണം അല്ലെ? അപ്പൊ 22 എന്ന് കിട്ടി. 22നെ 7 കൊണ്ട് ഹരിക്കണം. അപ്പൊ ബാലൻസ് 1 കിട്ടിയില്ലേ? ഈ 1 വെള്ളിയുടെ കൂടെ 1 കൂട്ടണം, ശനി. അപ്പൊ ഈ 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ 7 കൂട്ടി കൂട്ടി ദിവസം നോക്കാം, അല്ലെങ്കിൽ തന്നേക്കുന്ന 24 ദിവസം കഴിഞ്ഞ് 25 ആണ്. ആ 25ന്റെ കൂടെ ഈ 3നെ കുറച്ചാൽ ടോട്ടൽ ഡേയ്സ് കിട്ടും. ടോട്ടൽ ഡേയ്സിനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം ഇങ്ങനെ കൂട്ടി കൂട്ടി പോകുമ്പോൾ നെക്സ്റ്റ് ഡേ കിട്ടും. 2 രീതിയിലും ചെയ്യാം. സരളയുടെ റാങ്കിന് മുകളിൽ നിന്ന് 9ഉം താഴെ നിന്ന് 38ഉം ആണെങ്കിൽ ക്ലാസ്സിലാകെ എത്ര കുട്ടികൾ? ലേൺ വിത്ത് റീജ എന്നതാണ് ടെലിഗ്രാം ചാനല്. ഈ ചാനലില് നമ്മുടെ ടിക്ക്ഡ് PDF ഇടുന്നതായിരിക്കും. എല്ലാ ദിവസവും LGSന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ജോയിൻ ചെയ്യുക. അപ്പൊ 38 സരളയുടെ റാങ്ക് ആണ്. മുകളിൽ നിന്ന് 9ഉം താഴെ നിന്ന് 38ഉം. അപ്പൊ ഞാൻ രണ്ടും കൂടെ കൂട്ടി 47ന്ന് 1 കുറച്ചു. അതാണ് എന്റെ ഉത്തരം, 46. 2 സംഖ്യകൾ ലസാഗു തന്നു 7700. ഉസാഗ തന്നു 11. ഒരു സംഖ്യ 275. അടുത്ത സംഖ്യ LCM ഇൻറ്റു HCF. 2 സംഖ്യകളുടെ ഗുണനഫലം. അപ്പൊ എക്സ് എന്ന് പറയുമ്പോൾ 7700 11/275. ഇത് ക്രിയ ചെയ്യുക. ക്രിയ ചെയ്യുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോ എന്തുകൊണ്ട് ചെയ്യുന്നു? 11 കൊണ്ട് ചെയ്യുന്നു. 11 2 22, ബാലൻസ് 5 വരുന്നു, 55. ഇനി 25 കൊണ്ട് ചെയ്യുകയാണ്. 25 3 75, ബാലൻസ് 20 വന്നു. 20 വരുമ്പം ചെയ്യാൻ പറ്റത്തില്ല. 200 വരുമ്പോൾ 8. അപ്പൊ ഉത്തരം 308. ഇനി 44 1/3, 10 1/3 മൈനസ് 8 1/3. ഈ 44ഉം 10ഉം 8ഉം കൂടി ചെയ്യണം. 44ഉം 10ഉം 54. 8 കുറയ്ക്കണം. 8 കുറയ്ക്കുമ്പോൾ നമുക്ക് വരുന്നത് 46 എന്നാണ്. ഇനി 1/3 പ്ലസ് 1/3 മൈനസ് 1/3 അത് മാത്രം എടുക്കണം. 1/3 മൈനസ് 1/3 ഇത് നമ്മൾ ക്യാൻസൽ ആയില്ലേ? ബാക്കി 1/3. അപ്പൊ 46 1/3 ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് നമ്മളുടെ ഉത്തരം. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ചെയ്യുന്ന രീതിയാണ്. വാർഷിക പരീക്ഷയിൽ
അമ്മുവിന് കണക്ക്, സയൻസ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് വിഷയങ്ങളുടെ മാർക്കുകൾ കൂട്ടുക. 5 2 7, 8 7 15, 5 2 7, 7 5 12, 4 16, 3 19, 5 വിഷയങ്ങൾ I3 15, 45 ആവുമ്പം 9 5 45. ശരാശരി തുക ബൈ എണ്ണമാണ് 39. 15625 എന്ന സംഖ്യയുടെ വർഗ്ഗമൂലം കാണുക. പല രീതിയിൽ ഇത് ചെയ്യാം. ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ 5ന്റെ സ്ക്വയർ കിട്ടണമെങ്കിൽ 5 ആയിരിക്കണം. 156 എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുന്നതാണ്? 13ഉം 12ന്റെയും കൂടെ ഗുണനഫലമല്ലേ? അപ്പൊ അങ്ങനെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 12 എന്ന് എഴുതാം. ഓക്കെ, അതല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് 70ന്റെ സ്ക്വയർ എന്താണ്? 7 7 49. അപ്പോ ഇത് എന്തായാലും 4900 വരെ വരത്തുള്ളൂ. ഇതല്ലല്ലോ. ഇനി 120ന്റെ സ്ക്വയർ, 120ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 12ന്റെ സ്ക്വയർ 144. അപ്പൊ ഇതുമായിട്ട് ഏകദേശം ബന്ധമാണ്. അപ്പൊ ഇതായിരിക്കും ഉത്തരം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ബാക്കിയെല്ലാം വലിയ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. 2ന്റെ ഗ്രൂപ്പ് ആക്കി ഇത് 5 ആണ്. 156 എങ്ങനെ കിട്ടുന്നു? എന്തിന്റെ സ്ക്വയർ ആണ്? ഏതുമായി റിലേറ്റഡ് ആണ്? അതായത് നമ്മൾ ഇങ്ങനെയാണ് നോക്കുന്നത്. ഇപ്പോൾ 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്, 5ന്റെ സ്ക്വയർ 25 ആണ്, അങ്ങനെ 10ന്റെ സ്ക്വയർ 100 ആണ്, 11ന്റെ സ്ക്വയർ 121 ആണ്, 12ന്റെ സ്ക്വയർ 144 ആണ്, 13ന്റെ സ്ക്വയർ 169 ആണ്. അതായത് 156 എന്ന വില, ഈ വില ഏതിന്റെ അടുത്താണ് വരുന്നത്? ഇതൊരു സ്ക്വയർ അല്ല. അതായത് 12ന്റെ സ്ക്വയറിന്റെ അടുത്ത് വരുന്നതല്ലയോ 13 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. പിന്നെ തൊട്ടടുത്തുള്ള 12 എന്നേ എഴുതാൻ പറ്റും. അതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ ഇവിടെ നമ്മൾ സ്ക്വയറുമായി റിലേറ്റ് ചെയ്തും ഇവിടെ നമ്മൾ വിലയുമായി റിലേറ്റ് ചെയ്തുമാണ് നോക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കറിയാം 225. 25 5ന്റെ സ്ക്വയർ ആണ്. 2 എന്ന വില 1ന്റെ അടുത്തല്ലേ വരാൻ പറ്റൂ? അപ്പൊ 15ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 169. അപ്പൊ നമ്മൾ 2ന്റെ സ്ക്വയർ എന്ന് എടുക്കണം. 2 ഗ്രൂപ്പാണ് എടുക്കേണ്ടത്. 69 കണ്ടാൽ 3 ആണ്. നമ്മൾ 3ന്റെ സ്ക്വയർ ആണ്. ഈ 9 വരുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അല്ല പെർഫെക്റ്റ് സ്ക്വയർ വേണം എന്നില്ല. 3 അല്ലെ? ഇനി ഈ വില 1മായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് 1 അല്ലേ? അപ്പൊ നമുക്ക് ഉത്തരം 13. ഇതൊരു നമുക്ക് പഠിക്കാനുള്ളതാണ്. ക്യൂബുകൾ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, സ്ക്വയറുകൾ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചെറിയ സെക്ഷൻ ചെയ്യാം, കമന്റ് ചെയ്താൽ മതി. പെട്ടെന്ന് മനസ്സിലാവാൻ ചിലപ്പോൾ പാടായിരിക്കും. 2-3 എക്സാമ്പിൾ ചെയ്യുമ്പോഴേ അത് നമുക്ക് അങ്ങോട്ട് കിട്ടത്തുള്ളൂ. 240 മീറ്റർ. ഇനി 24 സെക്കൻഡ് വേണം അല്ലെ? പോസ്റ്റ് കടന്നു പോകാൻ. ആദ്യം പോസ്റ്റിന്റെ കാര്യമാണ്. അപ്പൊ സ്പീഡ് എന്ന് പറയുമ്പോൾ 240/24 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ തീവണ്ടിയുടെ സ്പീഡ്. ഇനി 750 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്ന എത്ര സമയം വേണം? 240 + 750/10. അതായത് നമുക്ക് 990/10. നമുക്ക് 99 സെക്കൻഡ് ആണ് വേണ്ടത്. രണ്ടായിട്ട് ചെയ്യണം. ഫോട്ടോയിലെ പുരുഷനെ കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, അയാളുടെ സഹോദരന്റെ അച്ഛൻ എന്റെ മുത്തശ്ശന്റെ ഒരേ ഒരു മകനാണ്. നമ്മൾ ഈ സെക്ഷനിലോട്ട് പോകുന്നു. സ്ത്രീയുടെ മുത്തശ്ശൻ, ആരുടെയോ അച്ഛൻ, അച്ഛന്റെയോ ആരുടെയെങ്കിലും അച്ഛൻ, മുത്തശ്ശൻ അല്ലെ? മുത്തശ്ശന്റെ ഒരേ ഒരു മകൻ. ഓക്കെ, മകനാകുമ്പോൾ സ്ത്രീയുടെ അച്ഛനാണ് അല്ലെ? സ്ത്രീയുടെ അച്ഛൻ, സ്ത്രീ. ഓക്കെയാണ്. മുത്തച്ഛന്റെ അച്ഛന്റെ മകളാണ് സ്ത്രീ. ഇനി അയാളുടെ സഹോദരന്റെ അച്ഛൻ. അപ്പൊ ഫോട്ടോയിലെ പുരുഷനെ ചൂണ്ടിക്കൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, ഇയാൾക്കൊരു സഹോദരനുണ്ട് അല്ലെ? ഇയാളുടെ സഹോദരന്റെ അച്ഛൻ. ഈ സഹോദരന്റെ അച്ഛനാണ് എന്റെ മുത്തച്ഛന്റെ ഒരേ ഒരു മകൻ. അപ്പോ ഈ സ്ത്രീക്ക് 2 ആങ്ങളമാരുണ്ട് അല്ലെ? അതിൽ ഒരു ആങ്ങളയാണ് ഇയാള്, പിന്നെ വേറൊരു സഹോദരൻ. അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ്? സഹോദരനാണ്. സ്ത്രീയുടെ സഹോദരനാണ് ആ ചൂണ്ടിക്കാണിച്ച ആള്. സാഡിനെ 814 എന്ന് എഴുതി. ഇത് 1 ആണ്, ഇത് 4 ആണ്. ക്യാറ്റ് ഇത് 3 ആണ്, ഇത് 1 ആണ്. ഇയർ ഇത് 5 ആണ്, ഇത് 1 ആണ്. 6 എന്ന് വെച്ചാൽ 18 വരും, 8 1 9. അങ്ങനെയാണ്.
ഇനി അങ്ങനെയാണെങ്കിൽ ഡിയർ എങ്ങനെ എഴുതാം? ഡിയർ 4 ഇത് 5 4ഉം 5ഉം വരുന്ന വേറൊന്നുമില്ല. അപ്പൊ പിന്നെ വേറൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 6 എന്താണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്? 9. ആ 9ഉം അങ്ങ് എഴുതിയാൽ മതി. വേറെ പ്രത്യേകത വല്ലതും ഉണ്ടോ? ഇതിനകത്തുനിന്ന് പെട്ടെന്ന് എഴുതാം. 500 രൂപ വിലയുള്ള കസേര 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ നഷ്ടം എത്ര? 500 രൂപയാണ് അല്ലെ? 10% ഡിസ്കൗണ്ട് വിൽക്കുകയാണ്. അപ്പൊ നമുക്ക് 90 എന്നെടുക്കാം ബൈ 100, അല്ലെങ്കിൽ 10% കണ്ടിട്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ 90 കൊണ്ട് ചെയ്യണം. അപ്പൊ 50 ആണ് നഷ്ടം വരുന്നത്. എത്ര രൂപയാണ് നഷ്ടം സംഭവിക്കുന്നത്? 50 രൂപയാണ് നഷ്ടം. നഷ്ടം വരുന്നത് 50. 500ന്റെ 10% നഷ്ടത്തിലേക്ക് പോകുന്നത്. എത്ര രൂപയായി എന്ന് വെച്ചാൽ 450 രൂപയ്ക്കാണ് വിറ്റത്. വിറ്റ വില 50 രൂപ നഷ്ടത്തിന് വിറ്റെങ്കിൽ 450 രൂപയ്ക്കായിരിക്കും കൊടുത്തത്. 3ന്റെ ക്യൂബ് 27 ഗുണം 2 മൈനസ് 4 പ്ലസ് 14. 27 2 54 54 50 10ഉം 64. അടുത്തത് റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ് രവിയുടെ വയസ്സ്. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് സുമയുടെ വയസ്സ്. സുമയുടെ വയസ്സ് തന്നിട്ടുണ്ട് 64. രവിയുടെ വയസ്സിനേക്കാൾ 8 കുറവാണ് രവിയുടെ വയസ്സ്. ഈ രവിയുടെ വയസ്സിനേക്കാൾ 8 കുറച്ചാൽ ആർക്ക് കിട്ടും? സുമയുടെ വയസ്സ് കിട്ടും. അപ്പൊ രവിയുടെ വയസ്സ് 64 + 8 72. ഇനി റാണിയുടെ വയസ്സിനേക്കാൾ 10 കൂടുതൽ. റാണിയുടെ വയസ്സ് 10 കൂട്ടിയാൽ രവിയുടെ വയസ്സ് കിട്ടും. റാണിയുടെ വയസ്സ് 72ന്ന് 10 കുറച്ചാൽ 62. റാണിയുടെ വയസ്സാണ് ചോദിച്ചത്. അപ്പൊ ഉത്തരം 62. ഒറ്റയാനെ കണ്ടെത്തുക. 100. 10ന്റെ സ്ക്വയറും 100. അപ്പൊ 100. 6ന്റെ സ്ക്വയർ 36. 36ന്റെ കൂടെ 64 കൂട്ടിയാൽ 100. അപ്പൊ പിന്നെ ഇത് ഒറ്റയാൻ. 16ന്റെ കൂടെ 9 25 ആവത്തുള്ളൂ. ഡോളർ സൈന് ഗുണമാണ്. അപ്പൊ 23 ഗുണം 25% ഹരണമാണ് 5. ഈ സൈൻ പ്ലസ് ആണ് 10. അറ്റിന്റെ സൈൻ -3. 25 ഡിവിഷൻ 5 ബോർഡ് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്ട്രാക്ഷൻ ആ ഒരു ഓർഡറിൽ ചെയ്യണം. ബോർഡ് മാസ് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്ട്രാക്ഷൻ. 5 25. 23 ഗുണം 5. 23ന്റെ കൂടെ 5 11 115. 115ഉം 10ഉം 125ന്ന് 3 കുറച്ചു 122. 19x². ഇത് എലിമിനേറ്റ് ചെയ്തു. കാര്യം x³ എന്ന് പറയുന്നത് 216/19 എന്ന് കിട്ടും. 216/19ന്റെ പെർഫെക്റ്റ് വാല്യൂ ഇവിടെ ഇല്ല. ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 19ന് ഇല്ല വാല്യൂ, അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ ഉത്തരമില്ല, എലിമിനേറ്റ് ചെയ്തു. 27 3 കണ്ട 3ന്റെ ക്യൂബാണ്. അപ്പൊ ഇവിടെ 10 എണ്ണം 10ന്റെ ക്യൂബാണ്. അങ്ങനെ 100 ചോദ്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ ഇപ്പോൾ 9ാമത്തെ ക്ലാസ് ആണ് അല്ലെ? 9ഓ 10ഓ ആയി LGSന്റെ എക്സാം സെക്ഷൻ. അപ്പോൾ തന്നെ നമ്മളൊരു 9 ക്ലാസ് ആകുമ്പോൾ 900 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ, അതേപോലെ സ്കൂൾ ബുക്ക്, കറണ്ട് അഫയേഴ്സ് ഇത്രയും നിങ്ങളിലേക്ക് എത്തും. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം. ബൈ.